നമ്മളെല്ലാവരും കാത്തിരുന്ന അതിമനോഹരമായ ഈ ഒരു ദിവസത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അതിമനോഹരമാക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആദ്യമേ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് എൻ്റെ. ഇന്നലെ വളരെയേറെ ബുദ്ധിമുട്ടിലും പനിയിലുമൊക്കെ ആയിരുന്ന അഭിവന്ധ്യ തിരുമനസ് ഇന്നലെ EAയുടെ പല കമ്മിറ്റികളുണ്ടായിട്ടും തിരുമേനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത്രയേറെ ബുദ്ധിമുട്ടിലായിരുന്നു. എങ്കിലും നമ്മുടെ ഈ സാന്തോം സ്കൂളിനോടുള്ള സ്നേഹത്തെ പ്രതി, വാത്സല്യത്തെ പ്രതി ഇന്നത്തെ ഈ ദിവസം നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഭിവന്ധ്യ തിരുമനസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന അംബിക മോഹൻ മാം, വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് മാം എത്തിയിട്ടുണ്ട്. മാമിനെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള പേരൻസ്, വാത്സല്യമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ടവർ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒത്തിരി വെല്ലുവിളികൾ, ഒത്തിരി ചലഞ്ചസ് നേരിട്ടിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് സാന്തോം പബ്ലിക് സ്കൂൾ. ഒരു കാലത്ത് 900ഓളം കുഞ്ഞുങ്ങൾ പഠനം നടത്തി വന്ന ഒരു സ്കൂൾ പിന്നീട് ഒരു പക്ഷെങ്കിൽ 90കളിൽ ആരംഭിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഈ പ്രദേശത്ത് ഏറ്റവും ആദ്യം സ്ഥാപിച്ച സ്കൂളാണ് നമ്മുടെ സാന്തോം പബ്ലിക് സ്കൂൾ. പിന്നീട് കൂടെയുള്ളതായ ചുറ്റുപാടുമുള്ള ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച്, അത് ക്രിസ്ത്യൻസെന്നോ ഹൈന്ദവ ക്ഷേത്രങ്ങളോ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ഒട്ടുമിക്ക ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ച് പബ്ലിക് സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആരംഭിക്കുന്ന പ്രവണതയുണ്ടായി. അതേ തുടർന്ന് നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഉണ്ടായ പരിമിതി നാം നേരിടേണ്ടി വന്നു. എങ്കിൽ കൂടിയും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് സീനിയർ സെക്കൻഡറി ലെവലിലേക്ക് ഇത് വളരുകയും എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഫുൾഫില്ല് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കലാലയമാണ് നമ്മുടെ പബ്ലിക് സ്കൂൾ. സാധാരണക്കാരായ കാർഷിക മേഖലയിൽ ആശ്രയിച്ച് കഴിയുന്ന ആളുകളുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ആധുനിക വിദ്യാഭ്യാസ രീതികൾ അവലംബിച്ചുകൊണ്ട് വിവിധ രംഗങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. ഇന്ന് നമുക്ക് ഒട്ടേറെ അഭിമാനിക്കുവാൻ വകയുണ്ട്. ഒരു പക്ഷേങ്കിൽ എൻ്റെ യാത്രയിലുടനീളം ഇതിനോടകം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്പിലും ഒക്കെയും ധാരാളം കുട്ടികൾ നമ്മുടെ സാന്തോം സ്കൂളിലെ പാസ്റ്റ് സ്റ്റുഡൻസായി ഇവിടെ പഠിച്ചിറങ്ങിയവർ കണ്ടുമുട്ടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരൊക്കെയും വളരെ ആവേശത്തോടും അഭിമാനത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സാന്തോം സ്കൂളിൽ പഠിച്ചതാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ മാനസികമായ അനുഭവം, ഒരു പക്ഷേങ്കിൽ ലാഭ ഇച്ഛ കൂടാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാന്തോം പബ്ലിക് സ്കൂൾ. ഒരുപാട് സന്തോഷത്തോടെയും ഒപ്പം അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഇവിടെ പറയുന്നു
കലാരംഗത്താണേലും കായിക രംഗത്താണേലും വിദ്യാഭ്യാസ രംഗത്താണേലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ ഒരു വിദ്യാലയത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ്. കാരണം ഇവിടുത്തെ കുഞ്ഞുമക്കളൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാ രീതിയിലും മുന്നോട്ട് പോകും. ഇപ്പം ഇരിക്കുമ്പോൾ തന്നെ എന്തൊരു ശാന്തരായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഒച്ചയില്ല, ബഹളമില്ല, ഒന്നുമില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ഒരു വലിയ അച്ചടക്കമുള്ള ഒരു വലിയ തറവാട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നിങ്ങളെ നോക്കുവാനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാനും ഒരു വലിയൊരു കാരണവരെ പോലെ നിങ്ങളുടെ പ്രിൻസിപ്പളും നിങ്ങളുടെ അധ്യാപകരും എല്ലാം കൂടെ തന്നെ ഉണ്ട്. അതിനൊരു തെളിവാണ് ഇവിടെ കാണുന്ന ഈ അന്തരീക്ഷം തന്നെ. കുഞ്ഞുമക്കളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, വൈകിയ വേളയാണേലും 2 വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ നല്ല അവസരം നന്നായി പഠിക്കുവാനും, കാരണം അറിയാം ഈ ഗ്രാമപ്രദേശത്ത് ഇത്രയും നല്ലൊരു സ്കൂള്, ഇത്രയും സൗകര്യങ്ങളോടുകൂടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരാൻ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന അധ്യാപകരും രക്ഷകർത്താക്കളും ഉള്ളപ്പോൾ കുഞ്ഞുമക്കൾ ചെയ്യേണ്ടത് നല്ലവണ്ണം പഠിക്കുക, തീർച്ചയായും ഉയരങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രമിക്കുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം വിശ്വസിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ പഴയ ആൾക്കാർ പറയുന്നതൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരുന്നില്ല. കാരണം പഴയ തലമുറ, പുതിയ തലമുറ എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ആരാണോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, നന്നായി പെരുമാറാനും നന്നായിട്ട് ഇതാകാനും പറഞ്ഞു തരുന്നത്, അത് നമ്മൾ അനുസരിക്കുക, നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക, ചീത്തയെ നമ്മൾ തിരസ്കരിക്കുക. മുതിർന്നവരെ കാണുമ്പോൾ, പഴയ കാലത്ത് നമ്മളെല്ലാവരും എങ്ങനെയാണ്, പ്രായമായ ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക എന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ്. അതൊരിക്കലും ഒരു തെറ്റല്ല. അതിപ്പം നമ്മളെല്ലാവരും കാല് കയറ്റി വെച്ച് എല്ലാവരും മുന്നിലിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താണ്, അതൊരു അന്തസ്സാണ്, ഒരു അഭിമാനമാണെന്ന് ഓർക്കും. അല്ല, തീർച്ചയായും അവിടെ നമ്മളൊന്ന് എഴുന്നേറ്റ് കൊടുക്കുമ്പോൾ, അല്ലെ നമ്മൾ അവർക്ക് ഇരിക്കാനൊരു സ്ഥലം കൊടുക്കുമ്പോൾ നമ്മൾ വലിയവരാകുകയാണ് ചെയ്യുന്നത്. മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ മൊബൈൽ ഫോൺ നമുക്ക് ആവശ്യമാണ്. നമ്മൾ മൊബൈൽ ഫോൺ ധാരാളം യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരവസ്ഥ വരെ വന്നു. തീർച്ചയായും മൊബൈലിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുമുണ്ട്, ഒരുപാട് ചീത്ത കാര്യങ്ങളുമുണ്ട്. അപ്പം നമ്മൾ ഏത് കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് ആ നല്ല കാര്യങ്ങളിലേക്ക് മാത്രം പോവുക, ചീത്ത കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുക. നമുക്കറിവില്ലാത്തത്, നമുക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ അധ്യാപകരോടോ അല്ലെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കളോടോ ചോദിച്ച് മനസ്സിലാക്കുക. ഇന്ന് പല രക്ഷകർത്താക്കൾക്കും കുഞ്ഞുങ്ങളുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ള സമയം ഇല്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യം തന്നെയാണ്. കാരണം തിരക്കാണ്. കാരണം കുട്ടികളെ പഠിപ്പിക്കാനുള്ള തിരക്കിലും വീട്ടിലെ കാര്യങ്ങൾക്കുള്ള തിരക്കിലും അച്ഛനും അമ്മയൊക്കെ ജോലിക്കാരായിരിക്കും. അപ്പോൾ അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ സ്കൂളിലാണ്. അപ്പം നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ അധ്യാപകരോട് ചോദിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. കാരണം സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എന്ത് കണ്ട്, പക്ഷെ അത് സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. പക്ഷെ അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയുവാൻ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോടോ രക്ഷകർത്താക്കളോടോ കൂടി അന്വേഷിക്കുക. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് പറയാനുള്ളത്, ഇത് ഞാൻ പറയാനുള്ള കാരണം, ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. കാരണം ഞാനൊരു സിനിമയും സീരിയലും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, അത് സത്യമാണ്. പക്ഷേ ഈ സിനിമ സീരിയലും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്. അതിൽ നല്ലത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക, ചീത്തയെ നമ്മൾ തിരസ്കരിക്കുക. കാരണം പല രക്ഷകർത്താക്കളും ഇപ്പോൾ വീടുകളിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനകളാണെങ്കിലും ചിട്ടയായ രീതികളും ഒക്കെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ അടുത്ത കാലത്താണ് പിന്നെയും അതിനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് നമുക്കൊരു കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു. അവിടെ ഒരു അച്ഛനുണ്ടാവും, അപ്പൂപ്പൻ, അമ്മുമ്മ, അമ്മായി, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പം ആരുമില്ല. അച്ഛനും അമ്മയും, മാക്സിമം 2 കുട്ടികളുണ്ടാവും. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരൊറ്റ മോൻ അല്ലെങ്കിൽ ഒറ്റ മോള്. നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പം നമുക്കിവരെ ശ്രദ്ധിക്കാനോ ഇവരുടെ കാര്യങ്ങൾ കേൾക്കാനോ ഒന്നും സമയമില്ല. അത് തിരക്കാണ്. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ജോലിക്ക് പോകണം. കാരണം പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. സാമ്പത്തികം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അത് വേറൊരു സത്യമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അല്പസമയം ആ വൈകുന്നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുകയും അവരുമായിട്ട് അച്ഛനും അമ്മയും കൂടുതൽ കാര്യങ്ങളിലേക്ക് അടുപ്പം, കൂടുതൽ സ്നേഹത്തോടു കൂടി പെരുമാറാനും കുറച്ചൊക്കെ നമ്മളും കൂടെ ശ്രദ്ധിക്കണം.
അതുപോലെ അപ്പോഴാണ് നമുക്ക് കുട്ടികൾ, കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പഴയ കാലം പോലെ ഇല്ല. അവരുടെ ഒരു കാര്യങ്ങളും അവർക്ക് അന്വേഷിക്കാനോ ചോദിക്കാനോ ആരുമില്ല. നമ്മളൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് കരയാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനാണോ പിള്ളേർ ശ്രമിക്കുക. പണ്ടാണെങ്കിൽ ഒരു അമ്മമ്മ അപ്പനുണ്ടെങ്കിൽ അടിക്കല്ലേടി, അത് അവൻ അത് ചെയ്തതല്ലേ, അത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും എന്നതുപോലെ തന്നെ സഹോദര ബന്ധത്തോടുകൂടി, അതായത് കൂട്ടുകാരെ പോലെ അവരുമായിട്ട് കൂടുതൽ അടുക്കുകയും അവരിലുള്ള എല്ലാ പ്രയാസങ്ങളും നമ്മളും കൂടെ അറിഞ്ഞിരിക്കുകയും ചെയ്യുക. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മയക്കുമരുന്നാണേലും അതും ഇതുമൊക്കെ ആയിട്ട് ലോകത്ത് പല ദാരുണ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം കിട്ടാൻ എല്ലാ കുഞ്ഞുമക്കളും ശ്രമിക്കുക. കാരണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, നന്നായി പഠിക്കുക. ഇപ്പം നമുക്കറിയാം കലാരംഗത്താണേലും കായിക രംഗത്താണേലും ഒക്കെ ഒരുപാട് അവസരങ്ങളാണുള്ളത്. അതെ, ഇപ്പം ഏത് രംഗത്ത് പോയാലും നമുക്ക് സാമ്പത്തികമായിട്ടും ഉന്നതിയിലും ഒക്കെ നമുക്ക് വളരെയധികം നേട്ടങ്ങളാണുള്ളത്. ഇപ്പം പാട്ട് പാടുന്ന ഒരു കുട്ടിയാണെങ്കിൽ പണ്ട് പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ വീട്ടിലിരുന്ന് പാടുക, അല്ലാതെ പുറത്തേക്ക് പോയിട്ട് ഒരാളെ കാണുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ചാനലുകളിൽ മുഴുവൻ അതിനുള്ള അവസരമുണ്ട്, യൂട്യൂബ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കലാവാസനകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് അവസരങ്ങളാണ്. അതുപോലെ കലാരംഗത്താണെങ്കിലും കായികം, ഈ അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുക, നല്ല കുഞ്ഞുങ്ങളായി വളരുക. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ ആസ്വദിക്കുവാൻ എൻ്റെ കുഞ്ഞ് എത്രമാത്രം മനോഹരമായ നിലയിൽ ഇന്ന് പെർഫോം ചെയ്യും, ആ കുഞ്ഞിൻ്റെ കഴിവുകൾ ആവോളം ആസ്വദിക്കുക എന്ന ചിന്താധാരയിലാണ് നിങ്ങൾ ഓരോരുത്തരുമുള്ളത്. വളരെയേറെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച നമ്മുടെ മക്കൾ ഈ ദിവസങ്ങളിൽ ഒരുപാട് ഒരുങ്ങി ട്രെയിൻ ചെയ്ത് അത് മനോഹരമാക്കുവാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷം മുമ്പ് ഇവിടെ ഈ സ്കൂള് ആരംഭിച്ച് ഏറ്റവും മനോഹരമായ നിലയിലേക്ക് ഇതെത്തിച്ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അഭിമന്യ പിതാവും മുഖ്യാതിഥിയായി ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട ശ്രീമതി അംബിക മോഹനും ഓർപ്പിച്ചതുപോലെ ഇന്ന് വളർന്നു വരുന്ന ഈ തലമുറയിൽ എറണാകുളം ജില്ലയിൽ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്കൂളായി സാന്തോം പബ്ലിക് സ്കൂൾ മാറുമ്പോൾ പിന്നിൽ പ്രവർത്തിക്കുന്ന മാനേജരും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും അത്യുധ്വാനം ചെയ്ത ജനമനസ്സുകളിൽ നമ്മുടെ പ്രസ്ഥാനം ഈ സ്കൂള് എത്തിച്ചേരുവാൻ അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. കണ്ണിൽ തിളക്കമെല്ലാം തിരഞ്ഞു ഞാൻ, എനിക്കു നിന്റെ മിഴിച്ചിരാതിൽ നിറഞ്ഞ പ്രകാശപരം മതി. ആനന്ദമാമനദിയാം നിറത്തിലൂടെ അലഞ്ഞു ഞാൻ, ഒന്നാകാൻ എന്നിലെ എല്ലാം നിന്നെ തേടി ഞാൻ.
was an amazing one.
அப்படின்ற married long time ago. Where did you come from? Where did you go? Where did you come from, Cotton Eye Joe?